മനുഷ്യൻ്റെ സംസ്കാരം ഉണ്ടായ കാലം മുതൽ മദ്യവും മനുഷ്യൻ്റെ കൂടെയുണ്ട്. സംസ്കാര സമ്പന്നമായ ഒരു പരിഷ്കൃത രാജ്യത്തും മദ്യം ഒരു നികൃഷ്ട വസ്തുവല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം മനുഷ്യനെ കുടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? എങ്കിൽ ആരാണതിന് കാരണക്കാർ? പെട്ടെന്നൊരു ബാർ നിരോധനവും പിന്നെ മദ്യനിരോധനവും ഒക്കെ നടപ്പാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുമോ? വിവാദങ്ങൾ ഓരോ നിമിഷത്തിലും അലയടിക്കുന്ന പുത്തൻ കേരളീയ അന്തരീക്ഷത്തിൽ ഇതാ ഞങ്ങൾ ചില മദ്യാന്വേഷണ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ സംഭാഷണത്തിൽ എന്നോടൊപ്പമുള്ളത് കേരളത്തിലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച്, കേരളത്തിലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ വ്യവസായത്തെക്കുറിച്ച്, വിപണനത്തെക്കുറിച്ച്, ഉപഭോഗത്തെക്കുറിച്ച് എല്ലാം നിരവധി അന്വേഷണ, ഗവേഷണ, നിരീക്ഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ എസ് അംബീഷ് മോനാണ്. അദ്ദേഹം കേരള സർവകലാശാലയിൽ നിന്നും ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ മഹത് വ്യക്തിയാണ്. കേരളം ഒരു മദ്യനിരോധനത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്ന് കേൾക്കുന്നു. എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. ഇങ്ങനെ പലതും കേൾക്കാറുണ്ട്. ഇപ്പോൾ മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനങ്ങളെടുത്താൽ ഗുജറാത്തിൽ മദ്യം സുലഭമാണ്, എവിടെയും കിട്ടും. നാഗാലാൻഡിൽ മദ്യനിരോധനമാണ്, അവിടെയും ഏത് പെട്ടിക്കടയിലും മദ്യം കിട്ടും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇത് ഒരു പ്രായോഗികമായ നടപടിയാണോ? മദ്യനിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബാർ നിരോധനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങയുടെ അഭിപ്രായം പറയും. ലോകത്ത് എപ്പോഴൊക്കെ എവിടെയൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തികഞ്ഞ പരാജയമായ പൊതുസമൂഹത്തിനും സർക്കാരിനും മറ്റെല്ലാ സംവിധാനങ്ങൾക്കും ഏറെ നഷ്ടങ്ങളുണ്ടാക്കിയിട്ടുള്ള, തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് മദ്യ നിരോധനം എന്നുള്ളത്. കേരളപ്പിറവിക്ക് മുമ്പ് മദ്യനിരോധനം ഉണ്ടായിരുന്നു, തിരുവിതാംകൂറും മലബാറിലും. പിന്നീട് കേരളം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. കാരണം അത് പരാജയമാണ് എന്ന് മനസ്സിലാക്കി തന്നെയായിരുന്നു അല്ലേ? മദ്യനിരോധനം പ്രായോഗികമല്ല എന്നത് കാലം തെളിയിച്ച, സംശയാതീതമായി തെളിയിച്ച ഒരു വസ്തുത തന്നെയാണ്. 60കളുടെ മധ്യത്തിൽ നിലവിൽ വന്ന മദ്യനിരോധനത്തെയും 1967 സപ്തകക്ഷി മുന്നണി മാറ്റിവെച്ചത്, വേണ്ടെന്ന് വെച്ചത്, അത് ഒരു പരാജയമാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ സംഭവം. ഇന്ന് മദ്യം വേണ്ട, ബാറുകൾ വേണ്ട എന്ന് ശക്തിയുക്തം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ CH മുഹമ്മദ് കോയ സാഹിബ് കൂടി ഇരുന്നിട്ടാണ് EMSൻ്റെ ആ സർക്കാർ 67 മദ്യനിരോധനം എടുത്തു കളയുന്നത്. 1996 ഇവിടെ മറ്റൊരു തിരുത്തൽ ഇക്കാര്യത്തിലുണ്ടാകുന്നത് AK ആൻ്റണിയുടെ ഗവൺമെൻറ് നടത്തിയ ചാരായ നിരോധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയമായിരുന്നില്ലേ? അങ്ങേക്കെന്ന് തോന്നുന്നു? അത് പരാജയമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചാരായ നിരോധനത്തിന് ശേഷവും കേരളത്തിലെ മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞില്ല എന്നുള്ളത്. എന്ന് മാത്രമല്ല, ചാരായം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ വിദേശ മദ്യത്തിലേക്ക് പോയപ്പോൾ 2 രാസപദാർത്ഥങ്ങൾ കൂടി അവർ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒന്ന് അതിന് നിറം കൊടുക്കുന്ന രാസപദാർത്ഥം, മറ്റൊന്ന് അതിന് രുചി കൊടുക്കുന്ന രാസപദാർത്ഥം. അതുമാത്രമല്ല, ചാരായം കുടിച്ചിരുന്നവൻ ഈ വിദേശമദ്യം, വില കുറഞ്ഞ, നിലവാരം കുറഞ്ഞ വിദേശമദ്യം കഴിക്കാൻ പോകുമ്പോഴുള്ള കോസ്റ്റും കൂടി. അതെ, അതായത് ഉയർന്ന ചെലവിൽ കൂടുതൽ രാസപദാർത്ഥങ്ങൾ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മദ്യപിക്കുന്നവരെ തള്ളിവിട്ടു. എന്ന് മാത്രമല്ല, ചാരായ നിരോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് തന്നെ 120ഓളം ചാരായ തൊഴിലാളികളാണ് ആത്മഹത്യ ചെയ്തത്. അന്നും ഇതുപോലെ സർക്കാർ പുനരധിവാസ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചു. അതെവിടെ ഫലപ്രദമായി? ഈ AK ആൻ്റണി അന്നത് പ്രഖ്യാപിക്കുന്നത് ചാരായ നിരോധനം കൊണ്ടുവരുന്നത് ഇതുപോലെ വലിയ കൊട്ടിഘോഷികളോടുകൂടിയാണ്. അത് കൊണ്ടുവരുന്നത് സ്ത്രീകളുടെ വോട്ട് കിട്ടും, ഇപ്പോഴും സ്ത്രീകളുടെ വോട്ട് കിട്ടും, സ്ത്രീകൾ ഭയങ്കര കൈയടിച്ച് പാസ്സാക്കുന്നു എന്നാണ് പറയുന്നത് മദ്യനിരോധനത്തെ. അന്ന് സ്ത്രീകളുടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് AK ആൻ്റണി ചാരായ നിരോധനം കൊണ്ടുവരുന്നത്. പക്ഷേ AK ആൻ്റണി അധികാരത്തിൽ വന്നില്ല. അതെ, അതുമാത്രമല്ല, കള്ള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദേശീയപാനീയം എന്ന് പറയാം കേരളത്തിൻ്റെ, അതിനെ തകർത്ത് കളഞ്ഞു. കള്ള് വ്യവസായത്തെ തകർക്കാൻ ചാരായ നിരോധനം ഒരു കാരണമായത്. കാരണം കള്ളിൽ പിന്നെ പലതും കലക്കി കൊടുത്തു, ആനമയക്കും മറ്റു പല സാധനങ്ങളും. ലക്ഷ്യബോധം തീരെ ഇല്ലാത്ത നടപടികളാണ്
ഈ കള്ളിൻ്റെ ഉപഷാപ്പുകളുടെ നിരോധനത്തിൽ, കള്ളിൻ്റെ ഉൽപ്പാദനത്തിൽ, വിതരണത്തിൻ്റെ, വിപണനത്തിൻ്റെ നിയന്ത്രണത്തിൽ, അതുപോലെ ചാരായ നിരോധനത്തിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മദ്യനിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്നത് ബാർ നിരോധനമാണ്. തീർച്ചയായിട്ടും ബാറുകളൊന്നും വേണ്ട, ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. മദ്യപിക്കാൻ മദ്യശാലയിലല്ലാതെ നമ്മൾ മറ്റെവിടെയാണ് പോകേണ്ടത്, അല്ലേ? ഇത് ഈ ബാർ നിരോധനം വഴി വെക്കുന്നത് കാരണം ലിക്കർ ഷോപ്പിൽ പോയി നമുക്ക് എത്ര വേണമെങ്കിൽ മദ്യം വാങ്ങാം. ഈ വാങ്ങുന്ന ആളുകൾ ഇത് കേരളത്തിലെ ഇടവഴികളിലും പെട്ടിക്കടകളിലും ചായക്കടകളിലും വേണ്ടി വന്നാൽ ഓഫീസുകളിലും ഒക്കെ മദ്യപാനത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും, കേന്ദ്രമായിട്ട് മാറും. കഴിഞ്ഞ 5 മാസമായി ചർച്ച ചെയ്ത് എങ്ങും എത്താതിരുന്നൊരു തീരുമാനം കേവലം 24 മണിക്കൂറിൽ ഇവിടെ സ്വീകരിക്കപ്പെട്ടു. ആ സ്വീകരിക്കപ്പെട്ട തീരുമാനമാവട്ടെ ഒട്ടും പ്രായോഗികതയും സാങ്കത്യവും ഇല്ലാത്തതായിപ്പോയി എന്ന് മാത്രമല്ല, അതിൻ്റെ പരിണിത ഫലങ്ങൾ, നമ്മളെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ, അതിനെക്കുറിച്ച് പൊതുസമൂഹം വേണ്ടവണ്ണം ചർച്ച ചെയ്യുന്നില്ല എന്നത് മറ്റൊരു ദുരവസ്ഥയാണ്. ഇതിപ്പോൾ സർക്കാർ നടത്തുന്ന ലിക്കർ ഷോപ്പുകളിൽ പോയി നമുക്ക് എത്ര കുപ്പി വേണമെങ്കിലും വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം. അല്ലെങ്കിൽ ഒരു മദ്യപാനി അയാളുടെ ഏതെങ്കിലും സുഹൃത്തിൻ്റെയോ പരിചയക്കാരൻ്റെയോ വീടുകളിൽ പോയിരുന്ന് കുടിക്കും. അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കും, കുടുംബ അന്തരീക്ഷം തന്നെ താറുമാറാകും. കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇത് കണ്ട് വളരേണ്ടി വരും. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കില്ല ഇത്. ഈ വിഷയത്തെ ഒരു ഉപഭോക്താവിൻ്റെ കാഴ്ചപ്പാടിൽ സമീപിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം, ഇതുവരെ ഉപഭോക്താവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അഭിപ്രായം എന്താണ് എന്നത് ഇവിടുത്തെ മാസ് മീഡിയയിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കേരളത്തിൽ മദ്യം കഴിക്കുന്നത് ഏതാണ്ട് 1,12,00,000 ആളുകളാണ്. സർക്കാർ കണക്കാണോ? സർക്കാർ കണക്കല്ല, ഞാൻ നടത്തിയ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏതാണ്ട് 35% ആളുകൾ മദ്യപിക്കുന്നു എന്നതാണ് കണക്ക്. അങ്ങനെ 35% മദ്യപാനികളിൽ, അല്ലെങ്കിൽ 1.12 ലക്ഷം മദ്യപാനികളിൽ ഏതാണ്ട് 20% മാത്രമാണ് മദ്യ ആസക്തിയുള്ളവർ. അത് എത്ര വന്നാലും ഒരു 25 ലക്ഷത്തോളം പേര് വരും. ബാക്കി വരുന്ന 90 ലക്ഷം പേരും മദ്യത്തിൻ്റെ നിയന്ത്രിത ഉപയോഗം ആസ്വദിക്കുന്നവരാണ്, ഞാൻ ഉൾപ്പെടെ. തുറന്നു പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഈ തുറന്ന് പറയാത്തതാണ് പ്രശ്നം. തീർച്ചയായിട്ടും. എന്നാലും ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ചിലെന്നല്ല, അത് കേരളീയ പൊതുസമൂഹം ഈ ലൈംഗികതയുടെ കാര്യത്തിലും മദ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ കാണിക്കുന്ന ഒരു കാപട്യം, അല്ലെങ്കിൽ ഒരു കപട സദാചാരം തന്നെയാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഡറേറ്റ് കൺസംഷൻ ഓഫ് ആൽക്കഹോളിക് ബിവറേജസ്, മദ്യത്തിൻ്റെ നിയന്ത്രിതമായ ഉപയോഗമാണ് ശരിയായ പ്രായോഗിക മാർഗം എന്നിരിക്കെ, നിയന്ത്രിതമായ ഉപയോഗത്തെ, അല്ലെങ്കിൽ ആ മോഡറേറ്റ് കൺസംഷനെ തടസ്സപ്പെടുത്തുന്നതാണ് പുതിയ ബാർ നിരോധനം എന്ന സർക്കാർ നയം. ഉദാഹരണത്തിന് ഒരു ഉപഭോക്താവെന്ന നിലയിൽ തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ നിലവിൽ ബാറുകളിൽ പോയി മാസത്തിൽ 2-3 തവണ ബാറുകളിൽ പോയി മിതമായ രീതിയിൽ മദ്യപിക്കുന്ന ശീലമുള്ള ഒരാളാണ് ഞാൻ. അതൊരു ഇമേജിന് തടസ്സമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സർക്കാരിൻ്റെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ പോയി മദ്യം വാങ്ങിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായൊരു ജോലിയാണ്. അവിടുത്തെ തിരക്ക്, അശാസ്ത്രീയമായ വിൽപ്പന, നീണ്ട ക്യൂ, അശാസ്ത്രീയമായ വിൽപ്പന തുടങ്ങി നിരവധി ഘടകങ്ങൾ അവിടെ ഉണ്ട്. ഇനി അഥവാ ആരെയെങ്കിലും വിട്ട് മദ്യം വാങ്ങിപ്പിച്ചാൽ തന്നെ കിട്ടുന്നത് വലിയ പാക്ക് സൈസാണ്. 6.25 പെഗ്ഗാണ് വിദേശ മദ്യ ഷാപ്പുകളിൽ ലഭിക്കുന്നത്. 1-1.5 പെഗ് കഴിച്ചുകൊണ്ടിരുന്നതിന് പകരം വലിയ പാക്ക് സൈസിലുള്ള മദ്യം വാങ്ങിക്കാൻ നിർബന്ധിതരാകുന്നു. വാങ്ങിക്കുന്നതിനേക്കാളും സാഹസികമാണ് പിന്നെ അത് കഴിക്കുക എന്നുള്ളത്. ഇത് എവിടെ പോയിരുന്ന് കഴിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്വാഭാവികമായും വല്ല കട തിണ്ണയിലോ കലുങ്കിനടിയിലോ ഒക്കെ പോയിട്ട് കഴിക്കാനായിട്ട് പൊതുസമൂഹത്തെ നിർബന്ധിതരാക്കും, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഉള്ളിലിരുന്ന് മദ്യപിക്കുക. അങ്ങനെ മദ്യപിക്കുമ്പോഴേക്കും 2 പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന്, അതിനെ പ്രോപ്പറായിട്ട് ഡയല്യൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത് സമയമെടുത്ത് കഴിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതോടൊപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെ ഉപയോഗിക്കാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മോഡറേറ്റ് കൺസംഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 90 ലക്ഷം ആളുകളെ കൂടി അഡിക്റ്റീവ് കൺസംഷൻ, അല്ലെങ്കിൽ മദ്യാസക്തിയിലേക്ക് നിഷ്കരുണം തള്ളിവിടുന്നതാണ് ഇപ്പോഴത്തെ മദ്യനയം.
ഒരുപാട് സെക്കൻഡ്സ് മദ്യങ്ങൾ വരാൻ സാധ്യത. അതിപ്പോൾ തന്നെ ഇപ്പോൾ ഈ ആളുകൾക്ക് ക്യൂ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ഇപ്പോൾ സെക്കൻഡ്സ് മദ്യം മിലിറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഓരോ പെട്ടിക്കടയിലും വെക്കുന്നുണ്ട്. അതൊന്നും കണ്ടെത്താനോ പിടികൂടാനൊന്നും പറ്റുന്നില്ല. സംവിധാനമില്ല എന്നുള്ളതാണ്. എക്സൈസ് വകുപ്പിനാവട്ടെ ആകെ 5000 ഉദ്യോഗസ്ഥരാണ് എക്സൈസ് വകുപ്പിലുള്ളത്. വ്യാജമദ്യം കണ്ടുപിടിക്കാൻ ജില്ലാതലത്തിലുള്ള ഇൻ്റലിജൻസ് കോഡിൽ കേവലം 4 ജീവനക്കാരാണ് ഒരു ജില്ലയിൽ എക്സൈസ് വകുപ്പിനുള്ളത്. ആ പരിമിതി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ തുറന്നു പറഞ്ഞതാണ്. ഈ പരിമിതികളെ എല്ലാം തുറന്നു കാട്ടുന്ന, അതുമൂലമുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് സമൂഹത്തെ മുഴുവൻ തുറന്നുവിടുന്ന ഒന്നാണ് ഇപ്പോഴത്തെ മദ്യനയം. ബാർ നിരോധനത്തിലൂടെ വഴിയാധാരമാക്കപ്പെടുന്ന കുടുംബങ്ങൾ അനേകം പേര് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്. ബാറുകളിൽ ജോലി ചെയ്യുന്നവർ, അനുബന്ധമായിട്ട് അവിടെ ഇറച്ചി വിൽക്കുന്നവൻ, അവിടെ മത്സ്യം വിൽക്കുന്നവൻ, ബാർ ഹോട്ടലിൽ സോഡ കൊടുക്കുന്നവൻ, മറ്റ് സഹായികൾ, പലതരത്തിൽ പണം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ബാറിലേക്ക് പോയാൽ കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് ആ ഓട്ടോ പിടിച്ച് പോയാൽ ആ ഓട്ടോറിക്ഷക്കാരനും പൈസ കിട്ടുകയാണ്. അങ്ങനെ പലതരത്തിൽ പണം റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, കേരളത്തിലെ ബാറുകളിൽ എല്ലാം കൂടി ഏതാണ്ട് 70,000-ഓളം ജീവനക്കാർക്ക് പ്രത്യക്ഷമായി തൊഴിൽ നൽകുന്നുണ്ട്. 70,000-ഓളം ജീവനക്കാർക്ക് പ്രത്യക്ഷമായി തൊഴിൽ നൽകുന്നുണ്ട് കേരളത്തിലെ ബാറുകൾ. പരോക്ഷമായി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഏതാണ്ട് 4 ലക്ഷത്തോളം വരും. അപ്പോൾ ഇത്രയും കുടുംബങ്ങളെ പൊടുന്നനെ വഴിയാധാരമാക്കുന്ന ഒരു നടപടി കൂടിയാണിത്. പുനരധിവാസ പദ്ധതിയെക്കുറിച്ചൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയം പ്രസക്തമാണ്. 1996 ചാരായ നിരോധനം വന്നപ്പോൾ 120 തൊഴിലാളികൾ വേറെ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. അതുമാത്രമല്ല, ചാരായ നിരോധനത്തിന് ശേഷമാണ് കല്ലുവാതുക്കൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കള്ളിൽ ഈ പറഞ്ഞ മായം ചേർത്ത് വിറ്റ് അത് കുടിച്ച് ഒരുപാട് മദ്യ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദുരന്തം ഇവിടെ ആവർത്തിക്കാനുള്ളൊരു സാധ്യത വളരെ വലുതാണ്. ഒരു മദ്യ ദുരന്തമല്ല, നിരവധി മദ്യ ദുരന്തങ്ങൾക്ക് വഴിവെക്കാൻ ഉതകുന്നൊരു തീരുമാനമാണിത്. ഒന്ന്, മദ്യം ലഭിക്കാതെ വരുന്ന ഉപഭോക്താവ് മദ്യത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ. 2, നിരാലംബരാകുന്ന ഈ തൊഴിലാളികളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും വ്യാജമദ്യത്തിൻ്റെ നിർമ്മാണത്തിലോ വിതരണത്തിനോ ജീവിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അതിലേക്ക് പോകാം. സ്വാഭാവികമാണ്, അത് സംഭവിക്കാം. അന്യനാട്ടിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്ന് മാഹിന്നോ മറ്റുമൊക്കെ സെക്കൻഡ്സ് കൊണ്ടുവരാം. പിന്നെ കേരളം പോലെ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് വിട്ടാൽ അപ്പുറത്ത് മദ്യം കിട്ടും. കേരളത്തിൽ തന്നെ മാഹിയിൽ കിട്ടും. ഇവിടെ പാലക്കാടിൻ്റെ ബോർഡർ തമിഴ്നാട് കോയമ്പത്തൂർ എന്നാൽ കിട്ടും. കന്യാകുമാരി പാറശാല കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ മദ്യം ചുറ്റുവട്ടത്തെല്ലാം കിട്ടുന്നതാണ്. അതായത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റുകളിൽ ലോറികൾ ഇപ്പോൾ കാത്തു കിടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇനി ചെക്ക് പോസ്റ്റുകളിൽ മദ്യവരെ ക്യൂ നിർത്തി പരിശോധിച്ച് കേരളത്തിലേക്ക് കടത്തിവിടാനൊക്കെയാണോ സർക്കാരിൻ്റെ നയമെന്ന് അറിയില്ല. അങ്ങനെ ഒരു തമാശയൊക്കെ ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും. എൻ്റെയൊക്കെ ബാല്യത്തിൽ നമ്മുടെയൊക്കെ കവലകളിൽ ഒരു കഥാപാത്രമുണ്ട്. ഒരു കള്ളുകുടിയൻ. ചിലപ്പോൾ കുട്ടി ഊണ് കഴിച്ചില്ലെങ്കിൽ പറയും, മോനെ വേഗം കഴിച്ചു, അതെ കള്ളുകുടിയൻ വരും. ഒരു പ്രദേശത്ത് ഒരാളൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. ഇവിടെ AK ആന്റണി 96 ചാരായ നിരോധനം കൊണ്ടുവന്നു, കുടി വർദ്ധിച്ചു. ഇപ്പോൾ ബാർ നിരോധനം വരുന്നു, കുടി ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. കുടിയന്മാർ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു കവലയിൽ ഒരാൾ മാത്രമായിരുന്ന കള്ളുകുടിയൻ ഇന്ന് അനേകം കള്ളുകുടിയന്മാരായി. ഈ കുടി നിർത്താൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയുമോ? ഇവരുടെ ഈ നയം, മദ്യനിരോധനം അല്ലെങ്കിൽ ബാർ നിരോധനം, ഇത് പ്രായോഗികമാണോ? അല്ല, സർക്കാരിൻ്റെ ഒരു വാദഗതി എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായ മദ്യനിരോധനവും ഇപ്പോഴത്തെ ബാർ നിരോധനവും ഒക്കെ കേരളത്തിൽ വളർന്നു വരുന്ന മദ്യാസക്തിക്ക് തടയിടാനാണ് എന്നതാണ് സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെ വലിയൊരു വിഭാഗമൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ മദ്യപിക്കുന്ന ആളുകളിൽ കേവലം 20%, അതായത് കേരളത്തിൽ മദ്യപിക്കുന്നവരിൽ ഏതാണ്ട് 25 ലക്ഷം പേരാണ് മദ്യാസക്തിയുള്ളവർ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ 20% അല്ലെങ്കിൽ 25 ലക്ഷത്തോളം മദ്യാസക്തിയുള്ള ആളുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളിൽ വീര്യം കുറഞ്ഞ മദ്യത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള സർക്കാർ നയങ്ങൾ, ഉപഷാപ്പുകളെ നിയന്ത്രിച്ചത്, പിന്നീട് അശാസ്ത്രീയമായ ചാരായ നിരോധനം, പിന്നീട് കളർ ചേർത്ത ചാരായം, ഫ്ലേവർ ചേർത്ത ചാരായം, വിദേശമദ്യം എന്ന ലേബലൊട്ടിച്ച് വന്നു, വില കുറഞ്ഞ വിദേശമദ്യം. അങ്ങനെ
ലക്ഷ്യബോധമില്ലാത്ത നിരവധി നയപരിപാടികളിലൂടെ മദ്യാസക്തരുടെ വലിയൊരു കൂട്ടായ്മയെ വളർത്തി. അതാണ് നേരത്തെ ഒരു ജംഗ്ഷനിൽ ഒരു മദ്യപാനി ഉണ്ടായിരുന്ന സമയത്ത് നിരവധി മദ്യാസക്തർ ഇന്ന് കാണുന്നത്. കേരളത്തിലെ സംഘടിത പ്രസ്ഥാനങ്ങളുടെ ഒരു തകർച്ചയാണ് ഈ മദ്യാസക്തിക്ക് ഒരു കാരണം. മുൻപ് സന്ധ്യയാകുമ്പോൾ വായനശാലകളിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്തിരുന്ന യുവാക്കളുടെ സംഘങ്ങൾ ഇന്ന് കാണാൻ പറ്റില്ല. അതൊന്നുമില്ലാതെയായി. അത് ഇല്ലാതാക്കിയതിന് വലിയ പങ്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ല. ട്രേഡ് യൂണിയൻ രംഗത്ത് ഉള്ളവർ അവർ കുടിക്കരുത്, അവരെ നിയന്ത്രിക്കാൻ ഇവർ തയ്യാറാവണ്ടേ? 750 രൂപ ഒരു ദിവസം വരുമാനമുള്ളവൻ 500 രൂപയും കുടിക്കുന്നതിൽ ബാറുടമയോ അല്ല കുറ്റക്കാരൻ. അവൻ പോയി ലിക്കർ ഷോപ്പിൽ ക്യൂ നിന്നാണ് കുടിക്കുന്നത്. ഈ സാധാരണക്കാരൻ്റെ കുടിയാണ് നിർത്തേണ്ടതെങ്കിൽ അവൻ്റെ പൈസ ഇനി വീട്ടിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അവൻ്റെ പൈസ എങ്ങനെ വീട്ടിൽ കിട്ടും? അവനാണ് ലിക്കർ ഷോപ്പിലെ ഉപഭോക്താവ്, അവൻ ബാറിലെ ഉപഭോക്താവല്ല. അല്ല, അതുതന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. ഒരു മദ്യനയം എന്ന് പറയുന്നത് ഒരൊറ്റ തീരുമാനമല്ല. മദ്യം ഉപയോഗിക്കുന്ന വിവിധ വിഭാഗം ജനങ്ങളെ ഓരോരുത്തരെയായി കണ്ട്, ആ വിവിധ വിഭാഗങ്ങളെ പ്രത്യേകം കണ്ട് ഓരോ വിഭാഗത്തിനും ആവശ്യമായ നയങ്ങൾ കൊണ്ടുവരിക. അതാണ് സമഗ്രമായൊരു മദ്യനയം എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ അതുണ്ടായിട്ടില്ല. ഈ വൈകിയ വേളയിലെങ്കിലും വേണ്ടത് മദ്യാസക്തിയുള്ളവരുടെ പുനരധിവാസത്തിന് കൗൺസിലിങ്ങിനായിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കണം. അതിന് പുനർജനി എന്തു വേണമെങ്കിലും പേരിട്ട് നടത്തി